ഇവൻ ഇത് എവിടെ പോയി കിടക്കും? എത്ര നേരമായി വന്നിരിക്കാൻ തുടങ്ങി. അടിക്കണ ആരുടെ ഒക്കെ കാല് പിടിക്കുന്നുണ്ട്. ദൈവം, വിളിച്ചാലാണെ ഫോണും എടുക്കത്തില്ല. ഇതുപോലത്തെ വരുന്നുണ്ടോ? എത്ര നേരമാണ് ഇയാളതിനെ ഫോൺ എന്താണെന്ന് ചെയ്തത്? വിളിച്ചാലിട്ട് ഫോണും എടുക്കത്തില്ല. പിന്നെ വിളിച്ചില്ലേ? ഉണ്ടാക്കാം. നീ പേടിക്കണ്ട, നമ്മൾ അടിച്ചിരിക്കും. ആരെ കൊന്നിട്ടാണെങ്കിലും ഇന്ന് നമ്മൾ അടിച്ചിരിക്കും. ആരെ കൊന്നിട്ടാണെങ്കിലും ഇന്ന് അടിച്ചിരിക്കും. എത്ര ഇന്നത്തെ കാര്യം കഥാഹുവ. ഒരു വഴിയുണ്ട്. എന്തോ സൊല്യൂഷൻ മാവനെ വിളിക്കാം. ചുമ്മാ എന്നാ ചുണ്ണാമ്പ് തിന്നുന്ന മനുഷ്യനെ വിളിച്ചു നോക്ക്. കിട്ടട്ടെ. ഹലോ, മാമ ഇപ്പൊ എവിടെ ഇരിക്കാ? ഞാനൊരു മീറ്റിങ്ങിലാണ്, കുറച്ച് കഴിഞ്ഞെത്തും. എന്തേടേ, വല്ല പ്രശ്നമുണ്ടാ? വരാം വരാം വരാം. ഒന്ന് കാണണമായിരുന്നു. ഓ ശരി ശരി. എവളൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? കുളിക്കാത്തവളാ? ഇന്നലെയൊക്കെ നല്ല ഈ സമയത്ത് എത്തിയായിരുന്നല്ല. എവിടെ പോയി കിടക്കുന്നു? കുളിക്കില്ലേ ഇവളൊക്കെ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഇതൊന്ന് നോക്കിക്കോളാം. പോയിട്ടാ ഞാൻ നോക്കിക്കോളാം. എടാ മാമനെ, അങ്ങേരെ കൊണ്ട് എത്ര പെണ്ണ് കെട്ടിച്ചെന്നറിയാം? ദേ വരുന്നു എന്റെ മീറ്റിംഗുകാരൻ. മാമന് ഈ ശകടത്തിന് ഒരു പ്രായമാണ്. ഏകദേശം 10-60 വരും. 60 ഇപ്പഴും നല്ല പുള്ളിയും കാണാല്ലോ. അടിക്കാൻ ഒരു മാർഗമല്ല. അടിക്കാഞ്ഞിട്ട് എന്തോ പോലെ മാർഗമുണ്ട്. ഇതാണ് കാര്യം. ഇന്ത്യയിലും ഒന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് നമുക്ക് വഴിയുണ്ടാകും. എവിടെ പോയി കിടക്കണേ അവൻ? വരുന്നുണ്ട്. അവന്റെ ആത്മാർത്ഥത കണ്ടോ? മുണ്ടും കൂടി അഴിച്ചു പിടിച്ചിരിക്കുക. മാത്രം പിടി അമൃത് എല്ലാം എവിടെ നോപ്പിയോടെ ഈ ഭാഗത്ത്. ഇതിന്റെ ഗുണം കളയല്ലേ. നീ എന്തോ കാണിക്കുന്നത്? ഗുരുത്തം വേണം, ഗുരുത്തം. മാവനോടൊക്കെ മാമ ഒന്നും നോക്കാഞ്ഞിട്ടാണ്. അരവിന്ദിന് വേണ്ടി മാമ ഒരുപാട് സമ്പന്നം നോക്കിയത്. ഒന്നും ഈ അരവിന്ദന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. 1-2 സെറ്റായി വന്നപ്പോ അങ്ങയുടെ മാമൻ ത്രിവിക്രമാമൻ അടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇനിയിപ്പോ ഇയാളെന്ത് ചെയ്യും? മാമനെ സമ്മതിച്ചിരിക്കുന്നു. മാമന്റെ ഇന്നത്തെ ബുദ്ധി. ചേട്ടാ ഒരു ചായ. എടാ നിന്റെ മറ്റേ കൂട്ടുകാരൻ എവിടെടാ? അവനൊക്കെ വലിയ നിലയിലായില്ലേ ചേട്ടാ. ഇപ്പൊ നമ്മുടെ ഒന്നും ആവശ്യമില്ലല്ലോ. സ്വാമിയുടെ കൂടിയതിനു ശേഷം അയാളെ നല്ല സമയത്താണ് സ്വാമിയുടെ കൂടിയത്. സ്വാമിയുടെ കൂടിയതിനു ശേഷം മറ്റൊരു കഴിക്കാൻ യോഗ ഇതിന്റെ കൂടെ കൊടുക്കണം. നിനക്ക് സ്വാമിയോടെ കൂടിയത് നമുക്ക് ഉയരങ്ങളിലേക്ക് സ്വാമിയെ കാണാൻ മാർഗമല്ലോ ഉണ്ട് ഇവിടെ. നോക്കാം, വഴിയുണ്ടാകാം.
സ്വാമി, എന്റെ കട ഭയങ്കര കഷ്ടത്തിലാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ സ്വാമി. ഞാൻ പറഞ്ഞാൽ സ്വാമിയെ കൊണ്ട് പൂജയൊക്കെ ചെയ്തു തരും. പക്ഷേ 10,000-2000 രൂപ ചെലവാകും. എടാ, ഞാൻ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തരാം. എങ്ങനെയെങ്കിലും എന്റെ കടയുടെ കച്ചവടം കിട്ടിയാൽ. മകനെ, നീ ഒരു തരത്തിൽ വിഷമിക്കണ്ട. ഞാൻ ഒരു ചെറിയ പൂജ ചെയ്തു തന്ന നിന്റെ എല്ലാ വിഷമങ്ങളും മാറി. എടുത്തു കൊടുക്കുന്ന എന്നെ ആലോചിക്കാണ്. എടാ, ഇത് 2000 രൂപയുണ്ട്. എങ്ങനെയെങ്കിലും നീ സ്വാമിയെ പറഞ്ഞ് എന്നെ സഹായിക്കണേടാ. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയായി വരും. സ്വാമി ഉള്ളപ്പോ പിന്നെ എന്തിനാ പേടി? എല്ലാം ശരിയാക്കാം. സ്വാമി ശരണം. മണിയടി തുടങ്ങി. എടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞല്ലേ ഈ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കരുതെന്ന്. സാരത്തിൽ കേട്ടാ തോന്നുന്നു ചിക്കൻ കഴിക്കത്തേ ഇല്ലെന്ന്. പട്ടി ഇറച്ചി വേറെ തിന്നു. ഇപ്പൊ 2 ദിവസം പല്ലുവേനായതിന്റെ വേണ്ട. ഹ്, ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കുക. വേണ്ട, വേണമെങ്കിൽ വെച്ചാൽ അവിടെ ഒരു ചിക്കൻ. ഇനി ഈ വീട്ടിൽ നിന്ന് എനിക്കൊരാളും വേണ്ട. എങ്ങോട്ടാ പോന്നേന്ന് എനിക്കറിയാം. അവരുടെ അടുത്തോട്ടല്ലേ പോണേ. ചെന്ന് കേറിക്കൊടു. സംഭവം സാർ മാമ തോൻ തങ്കച്ചിയാ? തങ്കച്ചല്ലടി നിന്റെ മറ്റവള്. എത്ര പെണ്ണ് കെട്ടിയാലും മുഴുക്കാത്ത കാലാ. നീ കേറി വാ, നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നിനക്ക് നീ ഇതിനകത്തോട്ട് കാല് വെച്ച മുട്ട വെച്ച് ഞാൻ കൊടുക്കും. പോയകത്ത്. മാമ யாரது? പക്കനോടം വെച്ചിട്ടില്ല. അവർ ഇവിടെ ഫസ്റ്റ് കൊണ്ടാട്ടി. നീ ഉള്ളവാ. മുണ്ട അപ്പൊ എന്നെ ഏമാത്തിയാച്ചാ? അതെ, പെണ്ണ് കെട്ടത് മതി മതി. ഒന്ന്, 2, 3. ഇവർക്ക് 3 കൊണ്ടാട്ടിമാരാ. കടവുളെ കാപ്പാറ്റുമ്പോ ഇങ്ങനെ നോക്കാതെടി, ഇത്ര അടിച്ചത് പോരെ. നീ എന്നെ അടിക്കരുത്. ഇനി ഞാൻ പെണ്ണ് കെട്ടത്തില്ല. ഇത് ലാസ്റ്റ്. നീ ഞാൻ പെണ്ണ് കെട്ടത്തില്ല. ക്ഷമിക്കടി.
ഹലോ ഒക്കെ ഉണ്ടോ? എവിടെ ഉള്ളത്? ഓ ഞങ്ങൾ പോയാ. രമേശ് ചേട്ടാ ഒന്ന് പെട്ടെന്ന് വാ, ഏട്ടനെ കണ്ടൂന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് പെട്ടെന്ന് പോയി നോക്കിട്ട് വരാം. നീ ഇപ്പൊ സമയമില്ല, ഒരു തിരക്കിലാണ്. ഇത് നീ നിമിത്തമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതാണോ അത്യാവശ്യം? എന്റെ ചേട്ടനെ കണ്ടുപിടിച്ചൊന്നും നിങ്ങൾക്ക് കാര്യമില്ല. ഇപ്പൊ തീരുള്ള കളിയായിരുന്നു. എന്ത് വന്ന കഷ്ടപ്പെട്ട കാര്യം വന്നത് അവിടെ ചേട്ടനും. നീ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. ചേട്ടാ നീ എന്താ ഇവിടെ? ഞങ്ങളൊന്നും നീ എങ്ങനെ അറിഞ്ഞു? മനു വിളിച്ചു പറഞ്ഞു. ചേട്ടാ ചേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോയിട്ട്. ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നോ? മോൾ എപ്പോഴും തിരക്കും ചേട്ടന്റെ കാര്യം. ചേട്ടൻ വരാത്ത എന്താന്ന് ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ചേട്ടൻ വീട്ടിലോട്ട് വാ, എഴുന്നേറ്റ് വാ ചേട്ടൻ. പുതിയൊരു ബ്രോക്കറോട് ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ചേട്ടന്റെ കല്യാണം നടക്കും അല്ലേ ചേട്ടാ? ബ്രോക്കറിന്റെ കാര്യം. ബ്രോക്കറല്ല, ബ്രോക്കർ. നിങ്ങൾ പൊയ്ക്കോ. ആ നശിച്ച വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ആ കിളവന്റെ പെണ്ണ് കെട്ടല് കാരണം പുറത്തിറങ്ങി നടക്കണം. ആണക്കേടാണ്. നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അവന്റെ കൂടെ വരാം. മഞ്ഞ അളി എന്തിനു വിഷമിക്കണം? മാമൻ 3 നാളെ കിട്ടുന്നത് കരുതി അടിയന് പെണ്ണിട്ടായിരിക്കുന്നില്ലല്ലോ. വയസ്സ് കയറി പോയി 40-45 അത്രയല്ലേ ഉള്ളൂ. അളിയ സങ്കടപ്പെടല്ലേ? ഞാൻ ഉടനെ ഗൾഫിൽ പോവുകയാണ്. വിസയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഓണത്തിന് മാമനെ കണ്ടിട്ട് പൊക്കളെ എന്ത് പറയണം? അളി എന്നാ കോഴിമണ്ട് കൂട്ടി വിടുന്നോ അന്ന് അളിയിൽ പെണ്ണ് കിട്ടും. അളി ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങോട്ടല്ല പക്ഷെ ഇങ്ങോട്ട്. ഒരു കുറവില്ലല്ലേ? നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അനിയൻ്റെ കൂടെ വന്നോ. ഞാൻ വരാം.